ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ വ്ളോഗ് എൻ്റെ മോളുടെ ബർത്ത്ഡേ പാർട്ടിയാണ്. വളരെ കുഞ്ഞു വ്ളോഗാണ് ഞാൻ ഇന്ന് കാണിച്ചിരുന്നത്. ഞങ്ങളുടെ വീട്ടിലെ സന്തോഷം എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നു. എൻ്റെ മോൾക്ക് നിങ്ങളുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാവണം. Happy birthday. പിന്നെ നിന്റെ അവിടെ എങ്ങനെ അതൊക്കെ സംഭവിച്ചു. ഞാൻ കുറച്ച് വിളിക്കാമോ? ഓക്കേ. ഇതാ ഗൈസ്, രാത്രി 12 മണിയാകുന്നതും കാത്തിട്ട് എൻ്റെ മക്കൾ ഇവർക്ക് വിഷ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ആ സമയത്തും കോളേജിൽ നിന്ന് എല്ലാ ഫ്രണ്ട്സും വിളിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ബർത്ത്ഡേ വിഷസ് ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് സർപ്രൈസായിട്ട് എൻ്റെ ചെറിയ മോള് ബൊക്കറ്റെല്ലാം കൊടുത്തു. അപ്പോൾ ഭയങ്കര സർപ്രൈസായി. വീട്ടിൽ മോള് ലീവിൽ വന്നിട്ടുണ്ടായതാണ് മൂത്ത മോള്. എന്നിട്ടും അവൾ അറിയാണ്ടാണ് ചെറിയ മോള് പോയിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഒക്കെ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര സർപ്രൈസായി. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ വിളിച്ചോണ്ടേയുണ്ട്. ഏകദേശം 2 മണി വരെ ഈ ഫ്രണ്ട്സ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടും വിളിച്ചോണ്ടേ ഉണ്ടായിരുന്നു. കറക്റ്റ് 12 മണിയാകുമ്പോൾ എല്ലാവരും വിളിക്കാൻ തുടങ്ങിന്. പക്ഷേ ഓരോ ആൾക്കാരും സംസാരിച്ച് കുറേ സമയമായി. അങ്ങനെ ഞാനൊരു മോതിരം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു. എനിക്ക് 3 പെൺമക്കളാണ്. അപ്പോൾ പെൺമക്കളാകുമ്പോൾ അവർക്ക് ബർത്ത്ഡേയും അതേപോലെ ബാക്കിയുള്ള ആഘോഷങ്ങളും എല്ലാം സമയത്ത് ആഘോഷിക്കണം. അപ്പോൾ അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. അതുകൊണ്ട് തന്നെ ജനിച്ച് കുഞ്ഞു മുതൽ 1 വയസ്സാകുമ്പോൾ തുടങ്ങിയ ബർത്ത്ഡേ ആണ്. ഈ നാൾ വരെ 3 ആളുടെ ബർത്ത്ഡേയും നമ്മൾ മാത്രം ഒതുങ്ങിക്കൂടി കഴിക്കും. കുറച്ച് മുമ്പല്ല, ഒരു 10 വയസ്സ് വരെയെല്ലാം എല്ലാവരെയും വിളിച്ചിട്ടൊക്കെ ആഘോഷിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മൾ മാത്രം കേക്ക് കട്ട് ചെയ്യും, ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കും, പിന്നെ പുറത്തുനിന്ന് പോയിട്ടെങ്കിൽ അങ്ങനെ കഴിക്കും. നമ്മൾ പിന്നെ കേക്കെല്ലാം കട്ട് ചെയ്യും. അത്രമാത്രം സിമ്പിളായിട്ടുള്ള ബർത്ത്ഡേ ആഘോഷം. പിന്നെ കുഞ്ഞു ഗിഫ്റ്റെല്ലാം കൊടുക്കുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാവും. പിന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് ബ്രെഡും മുട്ട ഓംലെറ്റും അതേപോലെ ദോശയും വെജിറ്റബിൾ കുറുമയായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഭക്ഷണമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ കഴിച്ചു. ഉച്ചക്കേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുടനെ ഉച്ചക്കുള്ള ബിരിയാണീൻ്റെ പണി തുടങ്ങി. അങ്ങനെ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അതേപോലെ തന്നെ കുറച്ച് ബാറ്റർ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതിൻ്റെ വെള്ളപ്പം ഉണ്ടാക്കി. പിന്നെ രാവിലത്തെ വെജിറ്റബിൾ കുറുമ ഉണ്ടായിരുന്നു, കുറച്ച് സാലഡ് ഉണ്ടാക്കി. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ജോലിയെല്ലാം തീർത്തു. ഞങ്ങളുടെ എല്ലാവരുടെ ബർത്ത്ഡേക്കും ഉച്ചക്കത്തെ ഭക്ഷണം വീട്ടിൽ തന്നെ ഉണ്ടാക്കും. രാത്രിത്തെ ഭക്ഷണമാണ് പുറത്ത് പോയിട്ട് വാങ്ങൽ, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് കഴിക്കും. പൊതുവേ ഉള്ള ശീലമാണത്. കുഞ്ഞുങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഇഷ്ടമാണെങ്കിലും ഇടയ്ക്കെല്ലാം പുറത്ത് പോയിട്ട് കഴിക്കുന്നതും നല്ല താല്പര്യമുള്ള കാര്യമാണ്. പക്ഷെ എൻ്റെ വലിയ മോൾക്ക് പുറത്ത് പോയിട്ട് കഴിക്കുന്നതോട് താല്പര്യമില്ല, വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിക്കുന്നതിനോട് താല്പര്യം. പൊതുവേ ഹോസ്റ്റലിൽ പോയ പിന്നെ ഹോട്ടലത്തെ ഫുഡിനോട് വലിയ താല്പര്യം കുറവാണ്. എന്നാലും ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രാത്രിത്തെ ഫുഡ് പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി.
ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷം വേണം നമുക്ക് ടൗണിൽ പോകാൻ. കേക്കൊന്നും വാങ്ങിയിട്ടില്ല, കേക്കെല്ലാം വാങ്ങാൻ പോകാനുണ്ട്. അങ്ങനെ എല്ലാ ഭക്ഷണത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡാണ് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോയത്. പോവിക്കാനും ടൗണിലുള്ള ബേക്കറിയിൽ നിന്നാണ് കേക്ക് വാങ്ങാൻ വേണ്ടി പോയത്. ഇനി ആ കാഴ്ച കാണാം. അപ്പോൾ നേരെ പോയത് ഞങ്ങളുടെ പോവിക്കാനം തന്നെ അത്യാവശ്യം വലിയ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്കിഷ്ടമുള്ള കേക്ക് കിട്ടും. മുമ്പേ പറയണമെന്നില്ല, അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, പേരെഴുതി തരും. ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ച കേക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അകത്ത് അവർക്ക് വേറെ റൂമുണ്ട്, അവിടെയായിരുന്നു കേക്കെല്ലാം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇതാണ് ബേക്കറി ഉടമ, ഞങ്ങളുടെ എല്ലാം ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം നമുക്ക് സാധാരണ അറിയുന്ന, നമ്മളെല്ലാ ദിവസവും അവിടെ പോലും സാധനം വാങ്ങലുണ്ട്, അതുകൊണ്ട് നല്ല പരിചയമുള്ള ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പോയി. അപ്പോൾ അകത്ത് പോയിട്ട് കേക്കിന് പേര് എഴുതുന്ന സ്ഥലം നോക്കിയേ, ഇവിടെ നിന്നാണ് പേരൊക്കെ എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബാക്കിൽ റൂമുണ്ട്, അവിടെ എല്ലാ തരം കേക്കും റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഇവിടുന്ന് പേരൊക്കെ എഴുതി തരും. പുറത്ത് ഡിസ്പ്ലേ വെക്കും, കുറച്ചാണ് വെക്കുന്നത്. ബാക്കിൽ വലിയ റൂമുണ്ട്, അവിടെ എല്ലാ തരം കേക്കും ഉണ്ട്. ഇനി ഞാൻ പിന്നെ അവരുടെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്, പിന്നെ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നുമില്ല. ഇത് ഓർഡർ ചെയ്തു, അവർ പേര് ചെയ്ത് നമുക്ക് കൊണ്ടുതരും. ബാക്കിയുള്ളത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതാ ഗൈസ്, കേക്കെല്ലാം വാങ്ങി ഞങ്ങളിനി വീട്ടിൽ പോയിട്ട് കേക്കെല്ലാം കട്ട് ചെയ്യും. ആ വീഡിയോ ഞാൻ നിങ്ങൾക്കിനി കാണിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. Happy birthday. Hello,
ഇതെല്ലാം മിന്നുമോള് കൊടുത്ത ഗിഫ്റ്റാണ്. അപ്പം എൻ്റെ വലിയ മോക്ക് മിന്നുമോള് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്ലിപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട്, കുറച്ച് ലൈസും മിഠായും എല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇത് ഇവരെന്നെ സേവ് ചെയ്ത പൈസ കൊണ്ടാണ് വാങ്ങിക്കൊടുക്കുന്നത്, നമ്മളൊന്നും വാങ്ങിക്കൊടുക്കുന്നതല്ല. കേക്കെല്ലാം കട്ട് ചെയ്ത് ഗിഫ്റ്റെല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, ഫുഡ് വാങ്ങാൻ വേണ്ടി പോയി. ഫുഡ് വാങ്ങാൻ പോയാലും ഗോൾക്കാനും തന്നെയുള്ള ഹോട്ടലിലാണ്. ഗോൾക്കാനുള്ള കുറച്ച് കാര്യമായ ഹോട്ടലാണ് SFCC. കാസർഗോഡ് ജില്ലയിലാണ് ഞാൻ ഗോൾക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ നാട്ടിലാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെല്ലാവരും നല്ല പരിചയമാണ്. ഈ കണ്ടതൊക്കെ ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരാണ്. എന്നിട്ട് ഞങ്ങൾ അകത്ത് പോയി നമ്മൾ ബ്രോസ്റ്റ് ഓർഡർ ചെയ്തു. ഇരിക്കുമ്പോൾ കിട്ടിയ കുറച്ച് വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ബ്രോസ്റ്റിൽ ഉണ്ടാക്കുമ്പോൾ ലൈവായിട്ട് കണ്ടത്. പിന്നെ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇത് റാഫി, ഇവനാണ് ഇതിൻ്റെ ഓണർ, ഇവനും ബാപ്പയും. അങ്ങനെ നല്ല കമ്പനിയാണ് ഞങ്ങളുമായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ മോനെ പോലെ തന്നെയാണ്, അത്രയും സ്നേഹമാണ് ഞങ്ങളെല്ലാം. ഇവിടുന്ന് ഫുഡ് വാങ്ങിയാൽ നല്ല ടേസ്റ്റിലായിരിക്കും. അതേപോലെ ടേസ്റ്റിനേക്കാളും നല്ലൊരു കാര്യം എനിക്ക് പറയാം, നല്ല ക്വാണ്ടിറ്റിയോട് കൂടി തരികയും ചെയ്യും. നമ്മൾ കൊടുത്ത പൈസക്ക് ഇരട്ടി ലാഭം എന്നെല്ലാം പറയുന്നില്ലേ, അതുപോലെയാണ് അവിടുത്തെ ഫുഡ്. നമുക്ക് സമാധാനത്തിൽ കഴിക്കുകയും ചെയ്യാം, നല്ല വയറ് നിറയെ കഴിക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെയുള്ളൊരു ഹോട്ടലാണ് ഈ റാഫിയുള്ളത്. ഉദാഹരണത്തിന് പാർസൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ ബ്രോസ്റ്റഡും അതേപോലെ പള്ളിക്കറി ഉണ്ട്, ബീഫ് പള്ളിക്കറി നെയ്ച്ചോറും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, അതേപോലെ തന്നെ എല്ലാ ഫുഡും, ചിക്കൻ ചില്ലി, എല്ലാ ഫുഡും അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഭോവിക്കാനത്തുള്ള എല്ലാവർക്കും ഈസി ആയിട്ട് വരാനും വാങ്ങാനും പറ്റും. പിന്നെ ഡെലിവറി ഉണ്ട്, ആര് വിളിച്ചാലും 10 മിനിറ്റ് ഫുഡ് എത്തിക്കും. അപ്പോൾ അതാണ് ഇവൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റാഫിയും പരിചയപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സത്യസന്ധമായ പെരുമാറ്റം, അതേപോലുള്ള ബിസിനസ്. ഇത് ഹോട്ടലിൻ്റെ പുറവും അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. നല്ല വിശാലമായ ഏരിയ ആണ്. അതേപോലെ തന്നെ ഇഷ്ടം പോലെ കച്ചവടം കിട്ടുന്ന ഒരു ഹോട്ടലും കൂടിയാണ് ഇത്. ഇതവിടെ പുറത്ത് പൊറോട്ട നടത്തുന്നുണ്ട്, അതേപോലെ ഷവർമ, ഗ്രില്ലും ഒക്കെ ഇവിടെയാണ് നടക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊറോട്ട എല്ലാം അടിച്ച് പാക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് വീട്ടിലെത്തി. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. റോസ്റ്റ് കണ്ടില്ലേ, വലിയ വലിയ പീസാണ്. ഞങ്ങൾ 10 പീസാണ് ഓർഡർ ചെയ്ത് വാങ്ങിയത്. പക്ഷേ 5 പീസ്, ഞങ്ങൾ 5 ആളാണുള്ളത്. ഓരോന്ന് കഴിക്കുമ്പോൾ തന്നെ വേറെ ഫുള്ളായി. എന്നിട്ട് ബാക്കിയുള്ളത് അവിടെ മാറ്റി വെച്ചു. 2 എണ്ണം ഒന്നിച്ച് കഴിക്കാൻ പറ്റുന്നില്ല, അത്രയും വലിയ പീസായിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ. ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ വാങ്ങി വീട്ടിലിരുന്ന് സമാധാനത്തിൽ കഴിച്ചു. എൻ്റെ മോൾക്ക് പുറത്ത് പോകുന്നത് തീരെ താല്പര്യമില്ല. മറ്റുള്ള മക്കൾക്കാണെങ്കിൽ രാത്രിത്തെ ഭക്ഷണം പുറത്ത് പോയിട്ട് കഴിക്കണം. അപ്പോൾ അതാണ് ശീലം. മോള് വന്നാൽ അകത്തന്നെ കയറി കിടക്കും. പുറത്ത് പോകുന്ന യാതൊരു ഓർമ്മയില്ല. എത്ര നിർബന്ധിച്ചാലും വലിയ മടി തന്നെയാണ്. പിന്നെ ഞങ്ങളും വിചാരിച്ചു, എന്തിനാ അങ്ങനെ പുറത്ത് പോകുന്നത്, ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് പോവാണ്ട് ഇവിടെ നിന്ന് തന്നെ കഴിച്ചു. അങ്ങനെ ഫുഡെല്ലാം ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ബർത്ത്ഡേ പരിപാടിയെല്ലാം ഗംഭീരമായിട്ട് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും എൻ്റെ മോൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ദുആ ചെയ്യണം. ദീർഘായുസിനും ആരോഗ്യത്തിനും ആഫിയത്തിനും വേണ്ടി ദുആ ചെയ്യണം. നിങ്ങളുടെ എല്ലാം ദുആ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും അടങ്ങുന്ന കുഞ്ഞു വ്ളോഗാണ് എൻ്റേത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും അതേപോലെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ ആൾക്കാരുണ്ടാവും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. പിന്നെ പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി ചെയ്യണം. പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് വലിയ ഉപകാരമുള്ളൊരു ഓപ്ഷനാണത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഹൈപ്പ് എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഓണമൊക്കെ വരാറായി. ഓണത്തിന് എൻ്റെ കുറച്ച് റെസിപ്പീസെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യും. തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ റെസിപ്പീസെല്ലാം കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. പിന്നെ കുഞ്ഞു ചാനലാണ്, കൂടുതൽ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലത്തെ ഉള്ള ആൾക്കാരിൽ എൻ്റെ വീഡിയോ കാണണം. കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ ഷെയറും കൂടി ചെയ്യണം. നിങ്ങൾ ഓരോ ആൾക്കാരും ഷെയർ ചെയ്യുന്നതനുസരിച്ച് ഞങ്ങളുടെ വീഡിയോ റെക്കമെൻഡേഷനിൽ പോവും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ആവശ്യമാണെങ്കിൽ കമൻറ്റിൽ കൂടി അറിയിക്കുക. പിന്നെ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും തെറ്റോ കുറ്റോ ഉണ്ടെങ്കിൽ കാണിച്ചു തരണം. നിങ്ങൾ എന്ത് പറഞ്ഞാലും അതൊക്കെ ഞങ്ങൾ ശരിയാക്കി വീണ്ടും
വീഡിയോസ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കമൻറ്റ് വേണമെങ്കിലും, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താം. ഹസ്ബൻഡും 3 പെൺമക്കളും അടങ്ങുന്നതാണ് എൻ്റെ ഫാമിലി. 3 പെൺമക്കളും പഠിക്കുകയാണ്. പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ള വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. അപ്പോൾ ഇൻഷാ അല്ലാ വീണ്ടും കാണാം. ആയത്തൊലിച്ചതോ, മണ്ടി മുളച്ചതോ, ഇതാണ് രാജാ.